ഹലോ എവരി വൺ, മോറൽ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അറ്റൻഡൻസ് രജിസ്റ്റർ ആപ്പിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. നമുക്കിന്ന് ഓൺലൈനായി തന്നെ നമ്മുടെ എല്ലാ കുട്ടികളുടെയും, അത് മദ്രസൻ്റെ ആണെങ്കിലും സ്കൂളിൻ്റെ ആണെങ്കിലും അറ്റൻഡൻസുകൾ രജിസ്റ്റർ ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കും. അതിനായി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ലഭിക്കും. ഇവിടെ ഡൗൺലോഡ് ആപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് ആപ്പ് ഇവിടെ ലഭിക്കുന്നതാണ്. അത് ഇൻസ്റ്റാൾ ചെയ്യുക. ശേഷം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുന്നത്. ഇവിടെ കാണാം ആഡ് ക്ലാസ് റൂം ആൻഡ് സ്റ്റുഡൻസ്. ഞാനിവിടെ ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഞാൻ ക്ലാസ് റൂം ആഡ് ചെയ്യുന്നു. ഏത് ക്ലാസ്സാണ്? 1ാം ക്ലാസ്. ഓക്കെ. എന്നിട്ട് ശേഷം ഈ 1ാം ക്ലാസ്സിലുള്ള കുട്ടികൾ ആഡ് ചെയ്യണമെങ്കിൽ ആ 1 എന്നതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ഇവിടെ ആഡ് സ്റ്റുഡൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതായത് ഞാനിവിടെ കുറച്ച് കുട്ടികളെ പേര് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ 3 കുട്ടികളുടെ പേര് കൊടുത്തു. ഇനിയിപ്പോൾ ഇവർക്ക് അറ്റൻഡൻസ് കൊടുക്കണമെങ്കിൽ ഇവിടെ അറ്റൻഡൻസ് എന്നൊരു ഓപ്ഷനിൽ പോവുക. അപ്പോൾ ഇവിടെ കാണാം 1ാം ക്ലാസ് 3 കുട്ടികളുണ്ടെന്ന് കാണും. അതിൽ മേൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാ കുട്ടികളും ഉണ്ടെങ്കിൽ മേലെ സെലക്ട് ഓൾ എന്ന് കൊടുത്ത് ഇവിടെ ഈ താഴെ കാണുന്ന ഈ സേവ് ബട്ടൺ അമർത്തിയാൽ മതി. ഇപ്പോൾ ഒരു കുട്ടി ഇല്ലെങ്കിൽ ആ കുട്ടി ഇല്ല, എന്നിട്ട് ഇവിടെ സേവ് കൊടുക്കുക. ശേഷം ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് കാണാം. അവിടെ നോക്കിയാൽ കാണാം ഇവിടെ 1ാം ക്ലാസ്സിൻ്റെ 3 കുട്ടികളുടെ അറ്റൻഡൻസ്. അതിൻ്റെ മേൽ ക്ലിക്ക് അടിച്ചാൽ ഇതാ ഇവിടെ എനിക്ക്, അതായത് അസ്ഗർ എന്ന പേരിന് 0%, ബാക്കിയുള്ള 2 ആൾക്ക് 100% അറ്റൻഡൻസ് ഉണ്ട്. അതായത് ഒരു ദിവസമാണ് നമ്മൾ ആഡ് ചെയ്തത്. ഇവിടെ അറ്റൻഡൻസ് എന്നതിൽ പോയി ഇവിടെ മുകളിൽ 23/6/2020 എന്ന് കാണാം. അവിടെ നമുക്ക് ദിവസങ്ങൾ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചേഞ്ച് ഡേറ്റ് ആൻഡ് ടൈം എന്ന് കാണാം. അല്ലെങ്കിൽ പാസ്റ്റ് അറ്റൻഡൻസ് എന്നതിൽ കൊടുത്താൽ മുമ്പത്തെ അറ്റൻഡൻസിൻ്റെ ഡേറ്റും കാണും. അതിൽ ഡിലീറ്റ് വേണമെങ്കിൽ അവിടെ ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഈ ചേഞ്ച് ഡേറ്റ് ആൻഡ് ടൈം കൊടുത്താൽ ഇവിടെ ഓരോ ദിവസങ്ങളും ഇവിടെ കാണിക്കുന്നതാണ്. നമുക്കിപ്പോൾ വേണമെങ്കിൽ നാളത്തെയോ അല്ലെങ്കിൽ ഇന്നലത്തെയോ ഒക്കെ അറ്റൻഡൻസ് ഇടാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതിവിടെ സെറ്റ് ചെയ്യാം. വേണമെങ്കിൽ സമയം വേണം നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെ അറ്റൻഡൻസ് കൊടുക്കാം, സേവ് കൊടുക്കാം. അപ്പോൾ ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്സിൽ നോക്കിയാൽ ഇവിടെ അറ്റൻഡൻസ് കാണാം. ഇവിടെ കാണുന്നുണ്ടല്ലോ, രണ്ട് ദിവസത്തിൽ അത് 100% കൊടുത്തിട്ടുണ്ട്. ഒരു കുട്ടിക്ക് മാത്രം 50% കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് അറ്റൻഡൻസ് രജിസ്റ്റർ ചെയ്ത് ഉപയോഗിക്കുന്നത്. വളരെ ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷനാണ്. ഇതിനക്ക് നെറ്റിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല. ഇതിൽ പരസ്യ ശല്യമൊന്നുമില്ല. ഓക്കെ, മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.